നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സമ്മർദ്ദം മുറുകുന്ന സ്വാശ്രയ മെഡിക്കൽ PG പ്രവേശനാപേക്ഷയിൽ അന്തിമ ദിവസത്തിലും തുടരുന്നത് അനിശ്ചിതത്വം. ഓപ്ഷൻ നൽകേണ്ട അവസാന ദിവസവും കോഴ്സുകളുടെയും സീറ്റുകളുടെയും വിവരങ്ങൾ സർക്കാരിന് കൈമാറുന്നത് വൈകിച്ച് മാനേജ്മെന്റുകൾ. ഫീസ് 14 ലക്ഷം പോരെന്ന ആവശ്യം. പ്രവേശനം പൂർണ്ണമായും നീറ്റ് അടിസ്ഥാനത്തിലായതിനാൽ തലവരിപ്പണം നിലച്ചതിന്റെ നീരസത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾ. ഇന്നലെ രാത്രിയോടെ 5 കോളേജുകൾ സർക്കാരിന് നൽകിയ കോഴ്സ് വിവരങ്ങൾ ക്രോഡീകരിക്കാൻ സമയം വേണ്ടതിനാൽ ആദ്യ അലോട്ട്മെന്റിൽ ഈ സീറ്റുകൾ കാണില്ലെന്ന് സൂചന. മെഡിക്കൽ PG ആദ്യഘട്ട പ്രവേശനം നടക്കേണ്ടത് വെള്ളിയാഴ്ച. സ്വാശ്രയ മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത് മെഡിക്കൽ PG ഫീസ് നിരക്ക് 14 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി ഉയർത്തണമെന്ന്. ഇപ്പോൾ നിശ്ചയിച്ചത് താൽക്കാലിക ഫീസെന്നും ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ ഫീസ് നിശ്ചയിക്കുമെന്ന് മാനേജ്മെന്റുകൾ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം PG പ്രവേശനം പൂർത്തിയാക്കേണ്ടത് ഈ മാസം 31-ന്. പരാതി ശരിവച്ച് സ്പീക്കർ. നിയമസഭയിൽ ഭരണപക്ഷത്തിന് വിമർശനവുമായി സ്പീക്കറുടെ റൂളിംഗ്. ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന പ്രതിപക്ഷ ആക്ഷേപം വസ്തുതാപരം. ഇക്കാര്യത്തിൽ സർക്കാരിന്റേത് നിരുത്തരവാദപരമായ സമീപനം. എല്ലാ ചോദ്യങ്ങൾക്കും 25-ന് മുൻപ് മറുപടി നൽകണമെന്നും റൂളിംഗ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതിരിക്കുന്നതിന് പറയുന്ന ന്യായങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ. ഓഫീസിൽ കൃത്യമായ ഏകോപനമുള്ള മന്ത്രിമാർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. സ്പീക്കറുടെ റൂളിംഗ് സഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്ന പ്രതിപക്ഷ പരാതിയിൽ. അതേസമയം സ്വാശ്രയ സമരത്തിനിടെ KSU പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ സഭ പ്രക്ഷുബ്ധം. പോലീസുകാർക്കും ചികിത്സ നിഷേധിച്ച ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം. എന്നാൽ പോലീസ് ആരുടെയും തലക്കടിച്ചിട്ടില്ലെന്നും ആർക്കും ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. പദവി തിരഞ്ഞ് സർക്കാർ. ജേക്കബ് തോമസ് വിഷയത്തിൽ ഉരുണ്ടുകളിച്ച് വീണ്ടും മുഖ്യമന്ത്രി. അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. 1 മാസത്തെ അവധിയിൽ പോയ ജേക്കബ് തോമസ് അവധി നീട്ടി നൽകാൻ വീണ്ടും അപേക്ഷ നൽകുകയായിരുന്നു എന്നും വിശദീകരണം. എന്നാൽ TP സെൻകുമാർ പോലീസ് മേധാവിയായപ്പോൾ തൽസ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റയെ മാറ്റിയത് വിജിലൻസ് തലപ്പത്തേക്ക്. നിലവിലെ സാഹചര്യത്തിൽ ജേക്കബ് തോമസിന് എന്ത് പദവി നൽകുമെന്നതിൽ സർക്കാരിന് ആശയക്കുഴപ്പമെന്നും വിവരം. അതേസമയം പോലീസിൽ അച്ചടക്ക ലംഘനം നടത്താൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സെൻകുമാർ കേസിൽ സർക്കാരിന് എത്ര രൂപ ചെലവായെന്ന് പിന്നീട് അറിയിക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ പോയതെന്നും പിണറായി വിജയൻ. വെളിപ്പെടുത്തലിന്റെ തുടർച്ചയിൽ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പുതിയ വെളിപ്പെടുത്തലുമായി കപിൽ മിശ്ര. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് 2 ദിവസം മാത്രമെന്ന് പുതിയ ആരോപണം. അഴിമതി ആരോപണങ്ങളും റെയ്ഡുകളും തുടരുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ വീട്ടിലിരിക്കുകയാണെന്നും മിശ്ര. മറ്റ് മുഖ്യമന്ത്രിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങളുമായി ഏറ്റവും കുറച്ച് ഇടപഴകുന്ന മുഖ്യമന്ത്രി കെജ്രിവാൾ ആയിരിക്കും. കുറച്ചു സമയം മാത്രം ജോലി ചെയ്യുന്ന കെജ്രിവാൾ സ്വന്തമായി ഒരു വകുപ്പ് പോലും കൈകാര്യം ചെയ്യുന്നില്ലെന്നും ആക്ഷേപം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.